ഹലോ, നമ്മളൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മളുടെ വായിൽ വെള്ളം വയ്ക്കാം. അല്ലെങ്കിൽ വേണ്ട, 1/2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മളുടെ വായിൽ ഒരു കലം പഞ്ചസാര വയ്ക്കാം. 1/4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വായിൽ വെള്ളം വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ 1 സ്പൂണാണെങ്കിലും 1/2 സ്പൂണാണെങ്കിലും 1/4 സ്പൂണാണെങ്കിലും വായിൽ പഞ്ചസാര കലക്കിയിട്ട് വെള്ളം ഒരു കൊല്ലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിനെ ബാധിക്കാം. അതേപോലെയാണ് പ്രമേഹമുള്ള ഒരു രോഗിയുടെ ബ്ലഡ്. നമ്മളുടെ ബ്ലഡിൽ ഷുഗർ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ഷുഗറുള്ള ബ്ലഡാണ് ഒരു വർഷമായിട്ട് നമ്മളുടെ കാലിന് ചുറ്റും ഓടുന്നത്. 1 വർഷമാകും, 2 വർഷം, 3 വർഷമായിട്ടും നമ്മുടെ അവയവങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന രക്തത്തിൽ പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിനെ എങ്ങനെയാണോ കേടുവരുത്തുന്നത് അതേപോലെ തന്നെ നമ്മുടെ അവയവങ്ങളെയും കേടുവരുത്തും, അല്ലേ? ശരി, ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണെങ്കിലോ? ശർക്കര ഇട്ടിട്ട് ഒരു കൊല്ലം വായിൽ വെള്ളം വെച്ചു. വേണ്ട, തേനിട്ടിട്ട് വായിൽ വെള്ളം വയ്ക്കാം. ശർക്കരയാണെങ്കിലും തേനാണെങ്കിലും ഇനിയിപ്പോൾ ഈന്തപ്പഴം മിക്സിയിലടിച്ചിട്ട് നമ്മുടെ വായിൽ ഒരു കൊല്ലം കണ്ടിന്യൂസ് വെച്ചാൽ നമ്മുടെ പല്ല് കേടുവരുത്തും. അതേപോലെ തന്നെയാണ് എല്ലാം. അപ്പോൾ ഏത് തരത്തിലുള്ള മധുരമാണ്, എത്ര അളവിലാണെന്നില്ല, എത്ര വർഷമായിട്ട് നമ്മളുടെ അവയവങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്.